അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയ വിദ്യാർത്ഥികളുടെ ഇടയിൽ കൂടുതൽ സ്ട്രൈക്ക് ചെയ്യുന്നൊരു വിഷയമാണ് പ്രണയം. ഞാൻ ഏറെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു സ്ത്രീയാണല്ലോ, ഒരു പെൺകുട്ടിയാണല്ലോ അവളെൻ്റെ ജീവിതത്തിൽ വരേണ്ടതാണല്ലോ എന്ന് ചിന്തിച്ച് വല്ലാതെ സ്നേഹിച്ച് അതങ്ങ് നഷ്ടപ്പെടുമ്പോൾ ആ വിടപറയലിൽ അല്ലെങ്കിൽ ആ വിരഹത്തിൻ്റെ വേദനയിൽ സഹിക്കാൻ കഴിയാതെ പലതും കാട്ടിക്കൂട്ടുന്ന ഒരു കൗമാരത്തെയും യുവത്വത്തെയും നമ്മൾക്ക് കാണാം. നമ്മൾക്ക് ഹൈറായി വിധിച്ചതല്ലാത്തതെല്ലാം ഒരുപക്ഷെ റബ്ബ് മാറ്റിയിട്ടുണ്ടാവും. നമ്മൾക്കത് ഷർറായി വന്ന് ഭവിക്കും എന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും പല കാര്യങ്ങളും നമ്മളിൽ നിന്ന് റബ്ബ് തട്ടിക്കളയുന്നത്. അത് തന്നെ വേണം എന്ന് വാശി പിടിക്കുമ്പോൾ വരാനുള്ള ജീവിതത്തിലുള്ള തിക്തഫലത്തെയും നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ രക്ഷിതാക്കൾ, അധ്യാപകർ, അതേപോലെ നമ്മളെ വല്ലാതെ പരിഗണിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവർ വേണ്ടെന്ന് അതിൻ്റെ കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് പറയുമ്പോൾ ഒരുപക്ഷെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ കടന്നു വരേണ്ട ഭർത്താവ് അയാൾ അതിന് യോഗ്യനല്ല എന്ന് മനസ്സിലാക്കി ആലോചിച്ചുകൊണ്ട് അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളുടെ രക്ഷിതാക്കൾ പറയുമ്പോൾ, അതേപോലെ തന്നെ ആ ഒരു ബന്ധം വേണ്ട എന്ന് രക്ഷിതാക്കൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളോട് ഉണർത്തി തരുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ആ ഒരു നന്മയുള്ള ഉപദേശത്തെ ശിരസാവഹിക്കുമ്പോഴാണ്, ചേർത്ത് പിടിക്കുമ്പോഴാണ് ഷർറായ പലതും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. വരാനിരിക്കുന്ന ഭാവിയിൽ പലപ്പോഴും ഒരുപാട് അനുഭവങ്ങളെ നമ്മൾക്ക് കാണാൻ കഴിയും. ഉമ്മയും ഉപ്പയും വെറുപ്പിച്ചിട്ട് അവരെ കണ്ണുനീർ കുടിപ്പിച്ച് ഇറങ്ങിപ്പോയ പലരും അനുഭവിച്ച പാഠങ്ങൾ, ജീവിതത്തിൽ അനുഭവിച്ച പാഠങ്ങൾ, അനിർവചനീയമായ വിഷമത്തിൻ്റെ തീക്ഷ്ണതയിലേക്ക് അഴകപ്പെട്ടതിൻ്റെ അനുഭവങ്ങൾ, നമ്മളെ വേണ്ടപ്പെട്ടവർ പറയുന്നതനുസരിച്ചുള്ള ജീവിതത്തിലാണ് ഏറ്റവും മനോഹാരിത. അവർ നൽകുന്ന ഉപദേശങ്ങൾ ശിരസാവഹിക്കുമ്പോഴാണ്, അത് അംഗീകരിക്കുമ്പോഴാണ് നമ്മളുടെ ജീവിതം എത്രയോ സുന്ദരവുമാകുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.